അപർണയുടെ ആ പളവള തിളങ്ങുന്ന സ്കിൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അപർണ പോകുന്ന കോസ്മെറ്റിക് ക്ലിനിക്കിൽ പോവുക, അപർണ ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും നിങ്ങൾ എടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ അപർണ കാണിക്കുന്ന ഈ പ്രൊമോഷൻ, ഈ അപർണ തോമസ് ആക്ടറാണ്, എക്സ് ക്യാബിൻ ക്രൂ ആണ്. എനിക്ക് തോന്നുന്നു ഖത്തർ എയർവേസിലെ എക്സ് ക്യാബിൻ ക്രൂ ആയിരുന്നു പുള്ളിക്കാരത്തി. ആൻഡ് നൗ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്ററാണ്. കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വലിയ വലിയ കോസ്മെറ്റിക് ബ്രാൻഡ്സിൻ്റെ പ്രോഡക്ട്സ് പ്രൊമോഷൻ ചെയ്യുക. കഴിഞ്ഞ 7-8 മാസമായിട്ട് അപർണ തോമസിൻ്റെ പേജിൽ വരുന്ന എല്ലാ വീഡിയോസും, ഇൻസ്റ്റഗ്രാമിൽ വരുന്ന എല്ലാ വീഡിയോസും ഞാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനു മുന്നേ അപർണയുടെ ഒരു വീഡിയോ ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഞാൻ പൊതുവെ അങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോസ് അറ്റാച്ച് ചെയ്യാറില്ല. ബട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു വീഡിയോ, അപർണ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു ബ്യൂട്ടി വ്ളോഗറാണ് അപർണ. അതുകൊണ്ട് തന്നെ കാര്യം മനസ്സിലാക്കാതെ എൻ്റെ മെക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഇവിടെ ഒരു വീഡിയോ അറ്റാച്ച് ചെയ്യാം. നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. വെറുതെ കണ്ടാൽ പോരാ, വളരെ സൂക്ഷ്മമായി നോക്കി കണ്ടിട്ട് വരൂ. If you are trying to repair your skin without fixing your skin barrier, it's just not going to happen. But you know what? I don't believe in quitting. Our skin is resilient, okay? We just need to treat it right. And this is something I found very recently, the new Pond's Biome Gel. It works on your skin barrier by balancing your skin's microbiome, basically the first line of skin's defense. This has serrahymino, so skin feels hydrated of skin's defense. This has serrahymino, so skin feels hydrated all day long and more plump and radiant. And it's super lightweight. So day long and more serrahymino, so skin feels hydrated all day long and more plump and radiant. And it's super lightweight. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ആ വീഡിയോയിൽ എന്താ നിങ്ങൾ കണ്ടത്? അപർണ തോമസ് പ്രൊമോഷന് വേണ്ടി എടുത്തിരിക്കുന്ന ആ ഒരു ക്രീം കൈയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അവരുടെ കയ്യിൽ മറ്റൊന്നുമില്ല, കയ്യിലേക്ക് തന്നെ അപ്ലൈ ചെയ്യുന്നു. അവരുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോയിൽ അവരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അപർണ തോമസ് മേക്കപ്പ്, ഫുൾ മേക്കപ്പ് ആ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ മുഖത്ത് ഒരു പ്രൊട്ടക്ഷൻ കോട്ടിംഗ് പോലെ മേക്കപ്പ് കംപ്ലീറ്റ്ലി ഇങ്ങനെ തേച്ച് വെച്ചിട്ടാണ് ആ ക്രീം, അതായത് ഈ സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ വാട്ടെവർ, അത് അവരവരുടെ മുഖത്തേക്ക് തേച്ച് കാണിക്കുന്നത്. അതിലെന്ത് ആത്മാർത്ഥതയാണുള്ളത്? എന്ത് സത്യസന്ധതയാണുള്ളത്? ഇതിപ്പം ഏതെങ്കിലും ഒരു ഡ്രസ്സോ, ഇപ്പം മറ്റേതെങ്കിലും ഒരു വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിൻ്റെ മുകളിലേക്ക് ഏതെങ്കിലും ഒരു ഗൗണൊക്കെ എടുത്തിട്ടിട്ട് ആ ഗൗണിൻ്റെ പ്രൊമോഷനാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു ക്രീം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല വശങ്ങൾ മാത്രമാണ് അപർണ തോമസ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ ക്രീം നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ബ്രാൻഡ് ചെയ്യുകയാണ്. ആ ക്രീമിനെ, ആ പ്രോഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യുകയാണ്. നിങ്ങളിത് വാങ്ങിക്കണമെന്ന് ഇൻഡയറക്ട്ലി പുഷ് ചെയ്യുകയാണ്. എന്നിട്ട് പുള്ളിക്കാരത്തി സ്വന്തം മുഖത്ത് തേക്കുന്നത് പോലെ കാണിക്കുമ്പോൾ ആളുകൾ അത് വിശ്വസിക്കും. പക്ഷേ പുള്ളിക്കാരത്തിയുടെ റോ ആയിട്ടുള്ള സ്കിന്നിലേക്കാണോ അപ്ലൈ ചെയ്തത്? ഒരിക്കലുമല്ല. പുള്ളിക്കാരത്തിയുടെ സ്കിന്നിലേക്ക് ഈ കാണുന്ന പ്രൊമോഷന് കൊടുക്കുന്ന ഒരൊറ്റ ക്രീമുകളും ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. ഈ ഒരു വീഡിയോയിൽ അവരുടെ മുഖത്ത് പ്രൈമർ ഉൾപ്പെടെ സകല മേക്കപ്പ് പ്രോഡക്ട്സും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി അവരുടെ ഹൈലൈറ്റർ പോലും അവരുടെ മൂക്കിൻ്റെ മുകളിലൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ആൻഡ് എ തിൻ ലെയർ ഓഫ് ഐ ഷാഡോ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ആ വീഡിയോയിൽ അപർണ തോമസ് മേക്കപ്പ് ചെയ്തിട്ടില്ല എന്ന് തോന്നാൻ കാര്യം, അപർണ തോമസ് ലിപ്സ്റ്റിക് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, വെറുതെ ഒരു ലിപ് ടിൻറ്റ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഓ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇവൾക്ക് തെറ്റിദ്ധരിച്ച് പറയാമോ എന്ന്. കുറച്ചുകൂടെ വ്യക്തമാക്കി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഒരു മേക്കപ്പും ചെയ്യാതെ ചുമ്മാതെ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്നേ ആളുകൾക്ക് തോന്നത്തുള്ളൂ. നേരെ മറിച്ച് ഫുള്ളി മേക്കപ്പ് നമ്മൾ അപ്ലൈ ചെയ്ത് മേക്കപ്പ് ഇട്ടതിന് ശേഷം ലിപ്സ്റ്റിക്ക് അടിക്കാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ വേറെ എന്തോ പോലെ ഇരിക്കും. ഇതെന്തോ ഈ കോലത്തിൽ വന്നിരിക്കുന്ന, മേക്കപ്പ് ഇട്ടതായിട്ട് തോന്നത്തതേ ഇല്ല. ഈ മുഖ ഭംഗി ഒന്ന് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതിൽ ലിപ്സ്റ്റിക്കിന്, അതായത് മേക്കപ്പിന് അതൊന്ന് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതിൽ ലിപ്സ്റ്റിക്കിനുള്ള സ്ഥാനം ചെറുതൊന്നുമല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഫുള്ളി നിങ്ങൾ മേക്കപ്പ് ഇട്ടതിന് ശേഷം ലിപ്സ്റ്റിക് ഇടാതെ പോയാൽ ആ മേക്കപ്പ് നിങ്ങൾക്ക് ഒട്ടും ചേരാത്തതുപോലെ ഇരിക്കും. നിങ്ങൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവാത്ത പോലും ഇത് എന്ത് പോലും ചോദിക്കും. നേരെ മറിച്ച് മേക്കപ്പ് ഒന്നും ഇടാതെ നിങ്ങൾ നല്ല ബ്രൈറ്റ് ടോണിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡിലുള്ള ഒരു ലിപ്സ്റ്റിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇത് എന്തൊരു പൊട്ടി അടിച്ചിട്ടാണ് വന്നേക്കുന്നേ എന്ന് ആളുകൾ വിചാരിക്കും. ആ സെയിം ടെക്നിക്കാണ് അപർണ തോമസ് തൻ്റെ വീഡിയോയിൽ ചേർത്തിരിക്കുന്നത്. മുഖം മുഴുവൻ പുട്ടിയടിച്ച്, അതായത് കംപ്ലീറ്റ്ലി മേക്കപ്പ് അപ്ലൈ ചെയ്ത് വെച്ചിട്ട്
ലിപ്പിൽ ഒരു ടിൻറ്റ് മാത്രം, ലിപ്സ്റ്റിക് ഇല്ല. ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാകുമായിരുന്നു. അത് വിദഗ്ധമായിട്ട്, അതായത് ബ്യൂട്ടി വ്ളോഗറാണ്, മേക്കപ്പ് പ്രോഡക്ട്സ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്, അത് എങ്ങനെ എപ്പോഴൊക്കെ യൂസ് ചെയ്യണമെന്നും വ്യക്തമായിട്ട് അറിവുള്ള ആളാണ് അപർണ തോമസ്. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് ഈ ഒരു ക്രീം, താൻ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു ക്രീം ആരെങ്കിലുമൊക്കെ വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എനിക്കൊന്നുമില്ല, എനിക്ക് ഇതിനുള്ള പേയ്മെൻറ്റ് ഓൾറെഡി എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്രീം ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും, ആർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപർണയുടെ ചിന്തകളിലൊന്നും വരണ്ട, അവരുടെ കാര്യമല്ലത്. പക്ഷേ അപർണയുടെ സ്കിന്നിൽ അതൊട്ടും സ്യൂട്ട് ആവില്ല എന്ന് അപർണയ്ക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് മേക്കപ്പ് കംപ്ലീറ്റ്ലി, പ്രൈമർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവറേജ് ആണ്, ഒരു കോട്ടിംഗ് ആണ്. അതിൻ്റെ മുകളിലാണ് ഈ ഫൗണ്ടേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതിന് മുകളിൽ അവരുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും ലെയർ ഓഫ് മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രമോഷൻ നടത്തുന്ന ഈ ഒരു ക്രീം എടുത്ത് സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ഫുൾ പുട്ടിയടിച്ച മുഖത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് തേച്ച് കാണിക്കുന്നത് എത്രമാത്രം ഫേക്ക് ആയിട്ടുള്ള, ഇതൊക്കെ ഒരു സ്കാമാണ്. ഇതിനെതിരെ നമ്മൾ സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ, എൻ്റെ വീഡിയോ കണ്ട് കുറച്ച് ആളുകളെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. കാരണം സ്ത്രീകളെ സംബന്ധിച്ച്, പുരുഷന്മാർക്കാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഫേഷ്യൽ സ്കിൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രോഡക്ട്സ് വാങ്ങിച്ച് നിങ്ങളുടെ സ്കിന്നിൻ്റെ, അതായത് ഒരു ലെയർ അത് ബേൺ ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ രീതിയിലേക്ക് എത്തുക എന്നത് ഭയങ്കര, നിങ്ങൾക്ക് ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ച് നിങ്ങൾക്ക് പഴയ രീതിയിലേക്ക് എത്തിക്കാമെന്ന് എനിക്കറിയത്തില്ല. ഒരു 80-70% വീഡിയോകളും പുള്ളിക്കാരത്തി ഒരു നോ മേക്കപ്പ് ലുക്കിലുള്ള മേക്കപ്പ് അപ്ലൈ ചെയ്തിട്ടാണ് പല പ്രോഡക്ട്സും പുള്ളിക്കാരത്തിൻ്റെ മുഖത്തിടുന്നത്. കാരണം പുള്ളിക്കാരത്തേക്ക് അറിയാം പുള്ളിക്കാരത്തിൻ്റെ സ്കിന്നിൽ ഇത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത്. കാര്യം എന്തെന്നറിയാമോ, അപർണ ഒരുപാട്, അതായത് അവരുടെ സ്കിന്നിനെ അത്രയും സംരക്ഷിച്ച് വെൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരാളാണ്. പുള്ളിക്കാരത്തി ഒരു സെലിബ്രിറ്റിയാണ്, ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളാണ്. അവർക്കതിൻ്റെ ആവശ്യമുണ്ട്. ഗ്ലൂട്ടാത്തയോൺ, കൊളാജിൻ, കൂടാതെ ഫില്ലേഴ്സ് നല്ല രീതിയിൽ അവരുടെ ലിപ്പിലും അവരുടെ ഈ ചീക്ക് ഏരിയയിലും അവരുടെ ഐ ബാഗിലൊക്കെ നല്ല രീതിയിൽ ഫില്ലേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കൊളാജനും ഈ ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെൻറ്റൊക്കെ വർഷങ്ങളായി എടുത്തത് കൊണ്ട് തന്നെ അപർണയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്ലോ, അപർണ പറയുന്നത് പോലെ അവർ കാണിച്ചു തരുന്ന പ്രോഡക്ട്സ് നിങ്ങൾ വാങ്ങിച്ചാൽ ഒരിക്കലും അപർണയുടെ മുഖത്തുള്ള ആ ഒരു കളറും ആ ഒരു ഗ്ലോ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നക്ഷത്രം നാണിച്ച് തല കുനിച്ച് നിൽക്കും അപർണയുടെ മുഖത്ത് ഗ്ലോ. അത് അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ, അവരുടെ തീരുമാനമാണ്. അവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതുപോലുള്ള പ്രോഡക്ട്സ് കാണിച്ചിട്ട് ഞാനിത് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ സ്കിൻ ഇതിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, അവരുടെ സ്കിന്നിൽ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് താഴെ ഒരു 12 ലെയർ ഓഫ് മേക്കപ്പ് എങ്കിലും അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവരുടെ സ്കിന്നിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഇത് കാണുന്നത് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെയുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സ് ഒരു വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്തോ ആദ്യം കാണുന്ന നെയിൽ ആർട്ട്, നല്ല ഭംഗിയായിട്ട് നെയിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതല്ലെങ്കിൽ ഇതൊരു തിളക്കമല്ല, അതിനപ്പുറത്തേക്ക് നോക്കി കാണാൻ പറ്റാത്തത് ഇവരോടുള്ള അന്ധമായിട്ടുള്ള നിങ്ങളുടെ ആരാധന കൊണ്ടാണ്. അത് മുഖേന നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ പൈസ, ധന നഷ്ടം, നിങ്ങളുടെ സ്കിൻ ഡാമേജ് ആയി പോകുന്നത് മൂലം നിങ്ങൾ അനുഭവിക്കുന്ന മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഉള്ള നഷ്ടം, ഇതൊന്നും അതിൻ്റെ ഉത്തരവാദിത്വം അവരെടുക്കില്ല. നിങ്ങൾ മാത്രമായിരിക്കണം അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ അവരുടെ നഖവും മുടിയും അവരുടെ ഡ്രസ്സും നോക്കാതെ അവരാ ചെയ്യുന്ന പ്രവൃത്തി കൃത്യതയോടെയാണോ ചെയ്തത്, അതിലെന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്ന് വ്യക്തമായി നോക്കിയിട്ട് നിങ്ങൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലാതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചുമ്മാ ബോറടിച്ചിരുന്നപ്പോൾ ഒരു റീൽ വന്നു അത് കാണുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ 8 മാസമായിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഐ ഷാഡോ വരെ വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് അപർണ തോമസ് ഈ ഇതുപോലുള്ള പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ചില സമയത്ത് നമുക്ക് തന്നെ ഒരു നാണക്കേട് തോന്നും. ഇത്രയും ആത്മാർത്ഥതയില്ലാതെ ഇവരെന്തിന് ഇവരുടെ ജോലി ചെയ്യുന്നു? ആ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് കിട്ടുന്നത് ചിലപ്പോൾ 10,000-ങ്ങളായിരിക്കും, ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കും. അപർണയെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലിയ വലിയ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സാണ് പുള്ളിക്കാരത്തി പ്രൊമോട്ട് ചെയ്യുന്നത്. അതിപ്പം ക്ലോത്ത്സ് ആയിക്കോട്ടെ, ഇതുപോലെയുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ്, കോസ്മെറ്റിക്സ്, എന്താണെങ്കിലും വലിയ ബ്രാൻഡ്സിൻ്റെ പ്രൊമോഷനാണ് പുള്ളിക്കാരത്തി ചെയ്യുന്നത്. അപ്പോൾ അതിനോടൊരു 10% നീതി പുലർത്തേണ്ടത് അപർണയ്ക്ക് അത്യാവശ്യമാണ്. ഗ്ലൂട്ടാത്തയോൺ, കൊളാജൻ,
ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റുകളുടെ ഭാഗമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അപർണ പറയുന്ന രീതിയിലുള്ള ഫുഡ് കഴിച്ചാലോ, അപർണ പറയുന്ന ക്രമത്തിൽ നിങ്ങൾ വെള്ളം കുടിച്ചാലോ, അപർണ പറയുന്ന രീതിയിലുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രീംസ് ആയിക്കോട്ടെ നിങ്ങൾ യൂസ് ചെയ്താലോ ഒരിക്കലും അപർണയെ പോലെ ആകാൻ പറ്റത്തില്ല. അപർണയുടെ ആ പളവള തിളങ്ങുന്ന സ്കിൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അപർണ പോകുന്ന കോസ്മെറ്റിക് ക്ലിനിക്കിൽ പോവുക, അപർണ ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നിങ്ങൾ എടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ അപർണ കാണിക്കുന്ന ഈ പ്രൊമോഷൻ, ഈ ബ്രാൻഡിൻ്റെ ക്രീമുകൾ നിങ്ങൾക്ക് സ്യൂട്ട് ആകുമോ എന്ന് നിങ്ങൾ 100 തവണ ചിന്തിക്കണം. അപർണ 1000 തവണ ചിന്തിച്ച് പുള്ളിക്കാരത്തിൻ്റെ സ്കിന്നിന് എൻ്റെ സ്കിന്നെ നശിപ്പിക്കാൻ ഞാൻ നിൽക്കില്ല എന്നുള്ള പേരിൽ അത്രയും ലെവൽ ഓഫ് മേക്കപ്പ് പുള്ളിക്കാരത്തി അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്.